ഗമനിക്കത്തില്ല. അങ്ങനെ ഒരു ഭാഗത്തേക്കാണ് എൻ്റെ ഒരു സുഹൃത്ത് അത് പറഞ്ഞില്ല, എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അവനൊരു വീട് സ്വന്തമായിട്ട് പണി ഞങ്ങൾ അതിന് മുമ്പായിട്ട് അവിടെ പോയി താമസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിന്നും അത് പ്രാരംഭത്തോട് പറയാനായിട്ട് സാധിക്കും. അവിടെ ഒരു നല്ല ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അവിടെ സെറ്റപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. എന്ന് വെച്ചാൽ ആ ജയ്പൂർ ഇടവിൽ വെച്ച് പിന്നെ എല്ലാവരും വളരെ പേരെടുത്ത് പറഞ്ഞ് ജോട്ടോട ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണെന്നുള്ളത് അവിടെ വന്നിട്ടുള്ള അച്ഛന്മാരെല്ലാം സർട്ടിഫൈ ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തിട്ട് പള്ളിയിൽ പോലും വരാതിരുന്ന ഒരു വ്യക്തിയെ അതിന് ചുമതല ഏൽപ്പിച്ച് അവന് കൂട്ടായ്മ ജയ്പൂർ ഇടയിലെ ഒരു എണ്ണപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നു. ഇത്രമാത്രം ചെയ്യാൻ എനിക്ക് അവിടെ സാധിച്ചു. അവിടുന്ന് ഇവിടെ വന്ന് ഇത്രമാത്രം അനുഗ്രഹത്തോടെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ സാധിച്ചു. വാസ്തവമായിട്ട് ഞാൻ എപ്പോഴും ജോണിമോനോട് നന്ദിയുള്ളവരായിരിക്കും. ജോണിമോനാണ് എന്നെ ഇത്രമാത്രം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു ദിവസം പുള്ളി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ആദ്യം ഈ സങ്കീർത്തന പ്രമോദം ഇല്ലാത്തൊരു സമയമായിരുന്നു, മെസ്സേജ് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിച്ചു പോരുന്ന അദ്ദേഹനോട് പറഞ്ഞു, ജോയി അടുത്ത ആഴ്ച മുതൽ സങ്കീർത്തന പ്രബോധനം എടുക്കണമെന്ന് പറഞ്ഞു. വേറെ ആരുമില്ല. നോക്കി കഴിഞ്ഞാൽ പുള്ളി നോക്കിയപ്പോൾ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. പണ്ടത്തെ സ്വഭാവത്തിന് എന്നെ കൊണ്ടൊക്കെ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ എന്തോ അവിടെ വെച്ച് മറുപടി പോലും ഞാനൊന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പോരുന്ന വളരെ പ്രയാസപ്പെട്ടു. ആദ്യം പറഞ്ഞൊക്കെ ഉറയ്ക്കാന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനത്തിൽ അനുഭവിച്ചു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുകയും സകല ഉപവാസികളുമായുള്ളവരെ അവൻ്റെ മുൻപിൽ നടക്കുകയും ആ ഒരു വാക്യമാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് ഇന്ന് വരെയും മുടക്കം കൂടാതെ പറഞ്ഞ പോലെ 2 ഗ്രൂപ്പായിരുന്ന സമയത്തും പലപ്പോഴും ആളില്ലാതിരുന്ന സമയത്തും എല്ലാ ആഴ്ചയും സങ്കീർത്തനെടുപ്പാൻ തക്കണം ദൈവം എൻ്റെ ഇതിൻ്റെ പ്രഹൽപ്പിതിനായിട്ട് പറയുന്നത് ദൈവം എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചു. ജീവിതത്തിൽ കുരുത്തക്കേടുകൾ ധാരാളമുണ്ട്. പലരും തമാശയും കാര്യങ്ങളൊക്കെയും പറയുന്നുവെങ്കിലും കർത്താവ് എപ്പോഴും ഞാൻ കർത്താവ് സന്നിധിയിൽ എപ്പോഴും വിനയപ്പെട്ടാണ് പറഞ്ഞ പോലെ അതിനോട് പ്രാർത്ഥിപ്പാൻ തക്കണം ദൈവം സഹായിച്ചു. അതിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതാണ് നാട്ടിൽ ചെന്നും ഈ ഒരു കൃപയിൽ നിൽപ്പാൻ തക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് പോയവരൊക്കെ ആയിട്ടും വല്ലപ്പോഴെങ്കിലും മാസത്തിൽ 2 മാസത്തിലൊരിക്കലും എല്ലാവരെയും കൂടെ ഒന്ന് ചേർത്തിട്ട് ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് അവിടെ കൂടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ദൈവാനുള്ള വഴിയൊരുക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അതല്ല ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ രാജുവിനോടാണെങ്കിലും ജോലിയോടാണെങ്കിലും ഒക്കെയും വല്ലാത്ത ഒരു അടുപ്പവും സ്നേഹബന്ധവുമായിരുന്നു എല്ലാവരും എടുത്തു. ഞാൻ വിചാരിച്ചു ഞാനിതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മോൻ്റെ ഫംഗ്ഷൻ സമയത്ത് പറഞ്ഞ് 25 വർഷം ഒരു ജൂബിലിയൊക്കെ ആഘോഷിച്ച് പോകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, മണിക്കിടയ്ക്ക് 1-2 പ്രാവശ്യം പെട്ടെന്നുള്ള അസ്വസ്ഥത ഉണ്ടായി. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതായത്. ഇതിനാണ്ട് ആളിപ്പം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കാട്ടും കൂടുതലായിട്ട് ദൈവമായിട്ട് അടുത്തിട്ടുള്ള ബന്ധത്തിനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പള്ളിയിൽ മറ്റാണ് എവിടെയെന്ന് പറയുമ്പോൾ മോളിയില്ലാത്തൊരു കാര്യങ്ങളില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എത്രമാത്രം വേദവസ്തു ശരിക്കും എന്ന് വെച്ചാൽ വൈവിധ്യസിന് പോയി കഴിഞ്ഞാൽ മോളി ഉണ്ടെന്ന് മോളി അവിടുത്തെ പ്രൈസും കൊണ്ട് പോകത്തുള്ളൂ എന്നുള്ള യാതൊരു സംശയമില്ല. എത്രമാത്രം അനുഗ്രഹത്തോടായിരിക്കും. പക്ഷേ വേദവസ്തം വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാർ പെട്ടെന്ന് അൺപർസൻ്റ് അവിടെ അങ്ങ് വീണു. അപ്പോൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ സംഭവങ്ങൾ. ആൾക്കാരൊന്നും വിളിച്ചിട്ട് പോലും അറിഞ്ഞില്ല, പള്ളിയിൽ പോകേണ്ടതായിരുന്നു, കോൺവെൻഷൻ്റെ അനുഭവാനും സാധിച്ചില്ല. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് വളരെ ഭാരമുണ്ടായി. എന്തെങ്കിലും ഉണ്ടെന്നതിന് മോൻ ഓടി വരും. പ്രത്യേകിച്ച് മോൻ ആദ്യമായിട്ടാണ് അവിടെ വിട്ട് മാറി നിൽക്കുന്നത്. അതൊരു വലിയ പ്രയാസമായിട്ട് നിന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നാൽ പോകുക എന്നുള്ളതാണ്. എല്ലാവരും വിചാരിച്ച് ഞാൻ തമാശ പറയാമെന്നുള്ളത്. ആ തമാശ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ തമാശ പറയത്തില്ലാണല്ലോ, പറയുന്നത് സീരിയസ് ആണ്. ജോർജിയുടെ പറഞ്ഞ പോലും കമ്പനിയിലാണെന്നല്ലോ എല്ലാവരും എന്നോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ എന്നോട് സംസാരിക്കത്തുള്ളൂ. അവിടെ പേരുള്ളത് ഞാനൊരു എക്സ് മിലിറ്ററിക്കാരനാണെന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ അതനുസരിച്ച് ആ രീതിയിൽ അവിടെ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ സാഹചര്യം അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ആൾക്കാരെക്കാട്ടിലും മറ്റു ജാതിക്കാർക്ക് എന്നോട് വളരെ സ്നേഹമാണ്. മറ്റൊരു രാജ്യക്കാർക്ക് ഈജിപ്ഷ്യൻസ് ആണെങ്കിലും ബംഗാളികളാണെങ്കിലും ഫിലിപ്പിനോസ് ആണെങ്കിലും ഫിലിപ്പിനോസ് വിളിക്കുന്നവരെ വിളിക്കുന്നത് ജ്യേഷ്ഠൻ അവരുടെ മറ്റേ പോയെന്ന് വിളിക്കും. എന്നുവെച്ചാൽ അവരുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അവരെന്നെ കാണുന്നത്. അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട്. ഇത്രമാത്രം സ്നേഹം അനുഭവിപ്പാൻ എൻ്റെ നേരിട്ടിൽ വന്ന് എൻ്റെ ദൈവം സഹായിച്ചു. നിങ്ങളെന്നോട് കാണിച്ചിരിക്കുന്ന ഈ വലിയ സ്നേഹത്തിന് ഇതൊരിക്കലും ദൈവം എന്നോട് ആയുസ്സോട് നിർത്തുന്നിടത്തോളം കാലം അത് നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ നമുക്ക് അടുത്താണെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം ഒന്ന് കാണുവാനുള്ള സാഹചര്യം എല്ലാവർക്കും കൊണ്ടുവരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കാണാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ സ്നേഹബന്ധം ഒന്ന് പുതുക്കുക. നമ്മൾ പറയല്ലോ, ഞങ്ങളിപ്പോൾ ചിലരുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോയെന്ന് തോമാച്ചായന്, ചെറിയാച്ചന്, അതുപോലെ ശമൽവറിന്, ഈ നമ്മുടെ യോണർച്ചാൻ, ഇവരൊക്കെയും പറ്റിയില്ലെങ്കിലും ആ ടെലിഫോണിൽ കൂടി ആ പഴയ ബന്ധം നമ്മുടെ പുതുക്കിക്കൊണ്ട് പോകാൻ തക്കണം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യേക തോമാച്ചാനൊക്കെ ആണെങ്കിലും ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരെല്ലാവരും വന്ന് അതാണ് നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും അനുഗ്രഹം. അല്ല കൊടുക്കുന്നതിലോ അല്ല എന്തുകൊണ്ട് വാങ്ങിക്കുന്നതിലോ മറ്റുള്ളൊന്നിലോ അല്ല, നമ്മുടെ ആ സ്നേഹം
സന്തോഷത്തോടെ പറഞ്ഞല്ലോ, നമുക്കൊന്ന് ഇവിടെ പറഞ്ഞല്ലോ ഒന്ന് ശാസിക്കാനും ഒന്ന് വഴക്ക് പറയാനും ഒക്കെ ഉള്ള ഒരു വലിയ അധികാരം നമ്മുടെ ആ സ്നേഹം നമ്മുടെ സ്നേഹത്തെ മാത്രമുള്ളത് കൊണ്ടാണ്. ജോർജിനറിയാം, ഞാനിപ്പോഴും പറഞ്ഞോളൂ പറഞ്ഞ് ഞാനില്ലെന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഓടിക്കണമെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞ ജോറിനുള്ള ഏറ്റവും വലിയൊരു പേടിയാണ്, ഏറ്റവും വലിയൊരു പ്രയാസം. ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കരുതിയിരുന്ന കുടുംബമായിട്ട് വളരെ അടുപ്പത്തിൽ. അപ്പോൾ ഡേയ്സ് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മാത്രമാണ്. എനിക്ക് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും ഇതിലൂടെ കാണിച്ചിരിക്കുന്ന എല്ലാ ആ നല്ല മനസ്സിനുമായിട്ട് ആയിരം നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വിലയേറെ നാളും താഴ്ത്തപ്പെടുമാറാകട്ടെ.